ഈ പ്രതിപക്ഷം എല്ലാ ദിവസവും ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർ. വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്നൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ്. സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ? എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ സ്ഥിതി? കോടതിയിൽ തോറ്റാൽ നിയമസഭയിലാണോ? അതാണ് സാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കെ ജെ മാക്സി, നിയമസഭക്കകത്തും പുറത്തും ഈ പ്രതിപക്ഷം നടത്തുന്ന സമരം സഭയിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിന് പോലും വിഷയമുന്നയിക്കാൻ വിഷയമില്ല, വിഷയ ദാരിദ്ര്യമാണ് എന്നാണ് ഇപ്പോൾ MP രാജേഷ് പറഞ്ഞത്. സഭയിൽ എന്താണ് നടക്കുന്നത്? പതിവ് പോലെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ഡയസിലേക്ക് കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ? അരുൺകുമാർ, നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും നടുത്തളത്തിൽ പ്രതിഷേധം. ഡയസിന് മുകളിൽ കയറാനുള്ള ശ്രമമാണ് പ്രതിപക്ഷങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇന്നലത്തേതിന് സമാനമായി തന്നെ സ്പീക്കറുടെ മുഖം മറച്ചുള്ള പ്രതിഷേധമാണ്. വലിയ ബാനർ, ഫ്ലക്സ് ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധം. ആ ബാനർ നീക്കണം, ബാനർ താഴ്ത്തണമെന്ന് സ്പീക്കർ നിരന്തരം ആവശ്യപ്പെടുന്നു. ഇനി ബാനർ താഴ്ത്തിയില്ലെങ്കിൽ വാച്ച് ആൻഡ് വാർഡർമാരെ ഉപയോഗിച്ച് ബാനർ പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പ് സ്പീക്കർ നൽകി കഴിഞ്ഞു. സ്പീക്കറുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം, ശബരിമല വിഷയത്തിലുള്ള പ്രതിഷേധം ശക്തമാക്കുകയാണ് നിയമസഭയ്ക്കകത്ത്. ഇപ്പോൾ ഭരണപക്ഷവുമായുള്ള ഒരു വാക്പോരിന് കാര്യങ്ങൾ എത്തുന്നു. ചോദ്യോത്തരവേളയിൽ സംസാരിക്കുന്ന ഭരണപക്ഷങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനെതിരെ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധത്തിനെതിരെ തിരിയുന്ന സാഹചര്യമാണ്. അതിനെതിരെയുള്ള വിമർശനം ഉന്നയിച്ചാണ് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ സഭയ്ക്കകത്ത് ഉണ്ടാകുന്നത്. സഭാ നടപടികൾ സ്തംഭിപ്പിച്ച പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം തന്നെയാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. UDF പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് രാവിലെ ചേർന്നെടുത്ത തീരുമാനമാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അതിൽ ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണമുയർത്തിയാണ് 2 MLA-മാർ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. ആ സമരത്തിന് പിന്തുണയായി അതിന്റെ ഐക്യദാർഢ്യം എന്നോണം തൊട്ട് ഇപ്പുറത്ത് നിയമസഭയ്ക്കകത്ത് നടുത്തളത്തിൽ പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധമാണ്. ഇതിൽ പ്രതികളെ പുറത്തിറങ്ങാൻ സഹായിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന നേരത്തെ ഉന്നയിച്ച ആരോപണം പ്രതിപക്ഷം സഭയ്ക്കകത്ത് വീണ്ടും ഉന്നയിക്കുകയാണ്. SIT അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കാത്ത കാരണത്താൽ പ്രതികൾ പുറത്തിറങ്ങുന്നു. അതിന് പിന്നിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമാണ്. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള നീക്കം നടക്കുന്നതെന്നടക്കമാണ് ആരോപണങ്ങളായി ഉയർത്തുന്ന പ്രതിപക്ഷം. ഏതായാലും പ്രതിഷേധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ബാനർ പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് സംഘർഷത്തിൽ കലാശിക്കും. അതുകൊണ്ട് സ്പീക്കർ അത് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ച് സ്പീക്കർക്കെതിരെ, സർക്കാരിനെതിരെ, സ്വർണ്ണക്കൊള്ളയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം നടുത്തളത്തിൽ, അത് ഡയസിന് മുകളിൽ പിടിച്ചു കയറി നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ MLA-മാർ അവരുടെ പ്രതിഷേധം കടുപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് വലിയ ഫ്ലക്സ് ബാനറുണ്ട്. ആ ഫ്ലക്സ് ബാനർ പൂർണ്ണമായും സ്പീക്കറുടെ മുഖം മറച്ചു വെച്ചിരിക്കുകയാണ്. അവിടെയാണ് നേരത്തെ പാർലമെന്ററി കാര്യ മന്ത്രി MP രാജേഷ് അടക്കം പറഞ്ഞത് ആ ബാനർ മാറ്റണമെന്ന്. ബാനർ മാറ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ആ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുമ്പോൾ ചോദ്യോത്തരവേള മറുഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. സഭാ നടപടികൾ തടസ്സപ്പെട്ടിട്ടില്ല. സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഇന്ന് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് നേരെ ചോദ്യോത്തരവേള കഴിഞ്ഞാൽ 10 മണിക്ക് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് പോകും. പിന്നീട് സബ്മിഷനും ബജറ്റ് ചർച്ചകളിലേക്കാണ് പോവുക. നിലവിലെ സഭാ നടപടികളുമായി ഒന്നും സഹകരിക്കേണ്ടതില്ലെന്ന് തീരുമാനം പ്രതിപക്ഷം എടുത്തു കഴിഞ്ഞു. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ്. അതേസമയം ഭരണപക്ഷം പറയുന്നത് അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെടുന്നില്ല. കൃത്യമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഹൈക്കോടതി ഇതുവരെ അങ്ങനെ ഒരു കണ്ടെത്തൽ പോലും, സർക്കാരിന്റെ ഇടപെടലുണ്ടായെന്ന കണ്ടെത്തൽ പോലുമില്ല ഹൈക്കോടതിയുടെ ഭാഗത്ത്. ഹൈക്കോടതി
കൃത്യമായി അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു എന്ന വിലയിരുത്തലാണുള്ളത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നതും സമരം നടത്തുന്നതും അത് ഹൈക്കോടതിക്കെതിരാണ് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നും ഉയർത്തുന്നത്. അങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നത്. പ്രതിപക്ഷം ഇതിന് വഴങ്ങുന്നില്ല. പ്രതിപക്ഷം വീണ്ടും സ്പീക്കറുടെ ശ്രമമാണ് നടത്തുന്നത്. പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് SITയുടെ വീഴ്ചയെ തുടർന്ന് പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങുന്ന സാഹചര്യം അത് സഭയിൽ ചർച്ച ചെയ്യാനല്ല, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ വിഷയം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ അറിയിക്കുന്നു. പക്ഷേ അടിയന്തര പ്രമേയത്തിൽ ആ വിഷയം കൊടുക്കുന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി തന്നെ പ്രതിപക്ഷം തുനിഞ്ഞിറങ്ങിയതാണ്. എല്ലാ സഭാ നടപടികളും തടസ്സപ്പെടുത്താനാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം? അരുൺകുമാർ, പ്രതിപക്ഷം ഇന്ന് സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് തന്നെ സഭ സ്തംഭിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ്. കാരണം സഭാ നടപടികളുമായി ചോദ്യോത്തരവേള ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ പ്രതിഷേധിച്ച് സത്യാഗ്രഹത്തിലേക്ക് 2 MLA-മാർ കടക്കുമ്പോൾ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകി സഭാ നടപടികളുമായി സഹകരിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തതെങ്കിൽ ഇന്ന് സഭ തുടക്കത്തിൽ തന്നെ ചോദ്യോത്തരവേളയുടെ ആദ്യ മിനിറ്റിൽ തന്നെ പ്രതിപക്ഷം നിലപാടറിയിക്കുകയും സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷത്തിന്റെ രീതി ഈ തരത്തിൽ തന്നെ സ്വാഭാവികമായും സഭാ നടപടികളുമായി സഹകരിക്കുന്നതിൽ സഭ സ്തംഭിപ്പിക്കുക എന്ന് തന്നെയാണ്. അത് ഈ പ്രതിഷേധത്തിന്റെ ഒരു തുടർച്ചയാണ്, സഭാ നടപടികൾ സ്തംഭിപ്പിക്കുക. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള സമരം ഈ തരത്തിലേക്ക് മാറ്റുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 MLA-മാർ അത് നേരത്തെ ആദ്യം സെഷൻ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ 2 പേർ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തി. ഭരണപക്ഷവും ഒരുപക്ഷെ നടുത്തളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം പ്രതിരോധം തീർക്കുന്നുണ്ട്, എതിർ മുദ്രാവാക്യങ്ങൾ ഭരണപക്ഷവും ഉയർത്തുന്നുണ്ട്. ഭരണപക്ഷത്തുള്ള MLA-മാരും ഒക്കെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റു എന്ന് തോന്നുന്നു. അരുൺകുമാർ, ചോദ്യോത്തരവേളയിൽ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടുത്തതോടെ ഭരണപക്ഷ MLA-മാർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവർ നടുത്തളത്തിലേക്ക് ഇറങ്ങില്ല, പക്ഷേ ഇരിപ്പിടം വിട്ട് മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വാച്ചർമാർമാർ പതിവ് പോലെ അവിടെ ഒരു മനുഷ്യമതിൽ തീർക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് സഭാ നടപടികൾ തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുക. കാരണം ഈ ചോദ്യോത്തരവേളയിൽ തന്നെ ഉയരുന്ന ചോദ്യങ്ങൾ ഭൂരിഭാഗവും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, അത് ഇപ്പോൾ ആരോഗ്യ മേഖലയിലാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങളാണ് ചോദ്യങ്ങളായി വരുന്നത്. ഇനി പൊതുമരാമത്താണെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി, ടൂറിസം മന്ത്രിയുടെ ഒക്കെ റവന്യൂ മന്ത്രിയുടേതായാലും എല്ലാം ചോദ്യങ്ങൾ ഉയർന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ, സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അത് ചോദ്യങ്ങളായി ഭരണപക്ഷ അംഗങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ അംഗങ്ങൾ ഇരപ്പെടുത്തില്ലാത്തതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അപ്പോൾ ഏതാണ്ട് ഭരണപക്ഷ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാത്രം സർക്കാരിന്റെ നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ വിശദീകരിക്കാനുള്ള ഒരു അവസരമാണ്. അത് കഴിഞ്ഞാൽ ശ്രദ്ധ ക്ഷണിക്കൽ ആദ്യം വരുന്നതും സർക്കാരിന് അനുകൂലമായ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഒരു അനുകൂലമായ നിരവധി വിഷയങ്ങൾ സർക്കാരിന് നിയമസഭയിൽ പറയാനുള്ള അവസരമാണ്. ആ അവസരം അത് പരമാവധി വിനിയോഗിക്കും. അതുകൊണ്ട് സഭ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകും. ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലും ശ്രദ്ധ ക്ഷണിക്കലും ഭരണപക്ഷങ്ങൾ കൊണ്ടുവന്ന സബ്മിഷനും ഭരണപക്ഷങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ചർച്ചയിൽ സംസാരിക്കാനുള്ള അവസരവും അത് കൃത്യമായി മുന്നോട്ട് പോകും. അതിനുള്ള ഒരു ശ്രമം തന്നെയാകും ഏതായാലും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുക. പക്ഷേ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റ് വലിയ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നുണ്ട്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ സ്പീക്കറുടെ ഡയസിന് ഇരുവശത്തുമായി ചേർന്ന പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് ചുറ്റും നിന്നുകൊണ്ടുള്ള കടുത്ത പ്രതിഷേധമാണ്. സ്പീക്കറെ തടസ്സപ്പെടുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിച്ച ബാനർ ഉയർത്തി അവിടെ പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധം. ശബരിമല സ്വർണ്ണക്കൊള്ള അത് കടുപ്പിക്കുന്നു. ഇന്ന് നിയമസഭയ്ക്ക് പുറത്ത് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ചുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെ പ്രതിപക്ഷം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സഭയ്ക്കകത്തുകൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നത്. സഭാ കവാടത്തിൽ സഭാ മന്ദിരത്തിൽ താഴ്ത്തിയില്ലെങ്കിൽ പിടിച്ചു മാറ്റുമെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ ഇപ്പോഴും സ്പീക്കറിന്റെ മുഖം മറച്ചുകൊണ്ട് വലിയ ബാനർ പിടിച്ചിരിക്കുന്നു. പ്ലക്കാർഡുകൾ കയ്യിലുണ്ട്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ്. ആ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷ MLA-മാർ ഓരോരുത്തരായി വന്ന് സ്പീക്കറിന്റെ ഡയസിന് ചുറ്റും നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചുകൊണ്ട് പാർലമെന്റ് അഫയേഴ്സ് മിനിസ്റ്ററും എത്തി. വിഷയ ദാരിദ്ര്യമാണ്. അടിയന്തര പ്രമേയത്തിനൊരു വിഷയം പോലും കൊടുക്കാൻ കഴിയാതെ എന്ത് നാടകമാണ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ MP രാജേഷ് ചോദിച്ചത്. വിഷയദാരിദ്ര്യം കാരണം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാൻ കഴിയുന്നില്ല. കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ നിന്നാണോ ഹൈക്കോടതിയിൽ നിന്നും 2 കവളിലും സ്പ്രിംഗ്ലർ വിഷയത്തിലടക്കം മാറി മാറി പ്രഹരം കിട്ടുകയാണ്.
കോടതിയിൽ തോറ്റാൽ നിയമസഭയിലാണോ എന്നും ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞതിന്റെ ജാള്യതയിലാണ് പ്രതിപക്ഷമെന്നും എം പി രാജേഷ് പറയുന്നു. സഭയിൽ പക്ഷേ SIT വീഴ്ചയുയർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITക്ക്